നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അടുത്ത സീസണിൽ റയൽ മാഡ്രിഡിൻ്റെ കോച്ചായിട്ട് കാർലോ ആഞ്ചലോട്ടി ഉണ്ടാവില്ല എന്ന കാര്യം നേരത്തെ തന്നെ എല്ലാവരും അറിഞ്ഞതാണ്. അത് ബ്രസീലിൻ്റെ CBF നേരത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി ഞങ്ങളുടെ കോച്ചായിട്ട് ഇതാ കാർലോ ആഞ്ചലോട്ടി വന്നിരിക്കുന്നു എന്ന്. പക്ഷെ അപ്പോഴും റയൽ മാഡ്രിഡും ആഞ്ചലോട്ടിയും ഒഫീഷ്യലായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. ആഞ്ചലോട്ടി മാധ്യമങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു ബ്രസീലിലേക്ക് പോവുകയാണെന്ന്, പക്ഷേ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ റയൽ മാഡ്രിഡ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുന്നു. നാളത്തെ കളി അവസാനത്തെ കളിയാണ് കാർലോയുടെ കീഴിലുള്ള. അതോടൊപ്പം തന്നെ റയലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം കിരീടങ്ങൾ നേടിക്കൊടുത്ത കോച്ചിൻ്റെ നേട്ടങ്ങൾ എണ്ണി പറയുന്നുണ്ട് റയലിൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. സ്റ്റേറ്റ്മെൻറ്റിൽ അവർ പറയുന്നു, റയൽ മാഡ്രിഡ് CFും കാർലോ ആഞ്ചലോട്ടിയും തമ്മിൽ എഗ്രിമെൻറ്റിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. റയൽ മാഡ്രിഡിൻ്റെ കോച്ച് എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ടെനർ അവസാനിക്കുകയാണ്. നമ്മുടെ ക്ലബ്ബ് അദ്ദേഹത്തിന് എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്, അതോടൊപ്പം അഫെക്ഷൻ അറിയിക്കുകയാണ്. റയലിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, വേൾഡ് ഫുട്ബോളിലെയും ഗ്രേറ്റസ്റ്റ് ലെജൻഡുമാരിൽ ഒരാളാണ് അദ്ദേഹം. കാർലോ ആഞ്ചലോട്ടി ടീമിനെ റയലിൻ്റെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പീരീഡിൽ നയിക്കുകയുണ്ടായി. 123 കൊല്ലത്തെ ചരിത്രമെടുത്താൽ അദ്ദേഹം മോസ്റ്റ് ടൈറ്റിൽസ് നമ്മുടെ ചരിത്രത്തിൽ നേടിയിട്ടുള്ള കോച്ചാണ്. 3 യൂറോപ്യൻ കപ്പുകൾ നേടി, 3 ക്ലബ്ബ് വേൾഡ് കപ്പുകൾ നേടി, 3 യൂറോപ്യൻ സൂപ്പർ കപ്പുകൾ നേടി, 2 ലാലിഗ കിരീടങ്ങൾ നേടി, 2 കോപ്പ ഡെൽ റേ ടൈറ്റിലുകൾ നേടി, 2 സ്പാനിഷ് സൂപ്പർ കപ്പുകൾ നേടി. ടോട്ടൽ 15 കിരീടങ്ങളാണ് അദ്ദേഹത്തിൻ്റെ 6 വർഷക്കാലത്തെ കോച്ചിങ്ങിൽ അദ്ദേഹം നേടിത്തന്നത്. റയൽ മാഡ്രിഡിൻ്റെ പ്രസിഡന്റ് ഫ്ലോറന്റിനോ പെരസ് ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: കാർലോ ആഞ്ചലോട്ടി ഇപ്പോഴും എപ്പോഴും ഗ്രേറ്റ് റയൽ മാഡ്രിഡ് ഫാമിലിയുടെ ഭാഗമായിരിക്കും. നമ്മൾ അദ്ദേഹത്തിൻ്റെ കോച്ചിങ്ങിൻ്റെ കീഴിൽ കളിച്ച കാലം നമ്മൾ നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ട്. അതുപോലെ വലിയ രൂപത്തിൽ അതിൽ അഭിമാനവുമുണ്ട്. തീർച്ചയായിട്ടും ഈ ക്ലബിനെ എക്സംപ്ലറി മാനറിലാണ് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയത്. നാളെ സാന്റിയാഗോ ബെർണാബുവിൽ അദ്ദേഹത്തിന് ഒരു ട്രിബ്യൂട്ട് നമ്മൾ അർപ്പിക്കും. ആഞ്ചലോട്ടിയുടെ ഫൈനൽ മാച്ചാണ് റയൽ മാഡ്രിഡ് മാനേജർ എന്ന നിലയ്ക്ക്. റയൽ മാഡ്രിഡ് വിഷസ് ഹിം ആൻഡ് ഹിസ് എൻ്റയർ ഫാമിലി ദി ബെസ്റ്റ് ഓഫ് ലക്ക് ഇൻ ദിസ് ന്യൂ സ്റ്റേജ് ഓഫ് ഹിസ് ലൈഫ് എന്ന് പറഞ്ഞുകൊണ്ടാണ് റയൽ മാഡ്രിഡ് അവരുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അവസാനിപ്പിക്കുന്നത്. നാളത്തെ റയൽ മാഡ്രിഡ് വേഴ്സസ് റയൽ സോസിഡാഡ് മത്സരം സാന്റിയാഗോ ബെർണാബുവിൽ നടക്കുന്ന ആ പോരാട്ടം കാർലോ ആഞ്ചലോട്ടിയുടെ കീഴിൽ റയൽ മാഡ്രിഡ് ഇറങ്ങുന്ന അവസാന പോരാട്ടമായിരിക്കും. ആ കളിക്ക് ശേഷം ആഞ്ചലോട്ടിക്ക് ട്രിബ്യൂട്ട് അർപ്പിച്ചുകൊണ്ടുള്ള പരിപാടി ഉണ്ടാകും എന്നുകൂടി ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.